ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ CD ഡീലക്സ് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റാം, സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഹെഡ്ലൈറ്റ് ബൾബ് വർക്കിംഗ് അല്ല, അപ്പോൾ അത് സ്വിച്ച് ചെക്ക് ചെയ്യാൻ കേസൊക്കെ പറയാറ്. അപ്പോൾ നിലവിൽ നമ്മൾ പൊല്യൂഷൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കണേ, മാറ്റുന്നില്ല, ക്ലീൻ ചെയ്തിട്ടാൽ മതി, അതിനുള്ള പ്രോബ്ലം ഉള്ളൂ. പ്ലഗൊക്കെ അത്യാവശ്യം നല്ല പ്ലഗാണ്. എയർ ഫിൽറ്ററും വലിയ മോശമെന്ന് പറയാനല്ല, തീരെ മോശാവസ്ഥയൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്ലീൻ ചെയ്യാം, എഞ്ചിൻ ഓയിൽ മാറ്റാം. പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി കയറ്റണ സമയത്തായാലും എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്രാങ്കിൻ്റെ ബെയറിംഗ് സൗണ്ടാണ് കാണിക്കുന്നത്, ഒരു മുഴക്ക സൗണ്ടായിട്ടാണ് വന്നത്. അത് ഇപ്പം നമുക്കതൊരു മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നും അല്ല, പക്ഷേ ആ ഒരു സൗണ്ട് ഇങ്ങനെ നിന്ന് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നോർമൽ അങ്ങനെ വരുമ്പോൾ ചിലത് പെട്ടെന്ന് കംപ്ലയിൻസിലേക്കൊക്കെ വരും, ചിലത് നമുക്ക് അത്യാവശ്യം ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും, ഇച്ചിരി ലോങ് ടൈം ഉപയോഗിക്കാനൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നിലവിൽ നമ്മളങ്ങനെ കയറ്റുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, അത് ഞങ്ങൾ അതേപോലെ തന്നെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു സൗണ്ട് വ്യത്യാസം നിലവിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ള സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സ്പീഡോമീറ്റർ കേബിളിൻ്റെ മാത്രമല്ല, മെക്കാനിസം ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഈ മെക്കാനിസത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് സൂചി അതായത് നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ടാലും കിലോമീറ്ററിൻ്റെ സ്പീഡ് മാത്രം കാണിക്കും, ഓഡോമീറ്റർ വർക്കിംഗ് ആയിട്ടല്ല കാണുന്നത്. അപ്പോൾ നമുക്കത് കിലോമീറ്റർ എത്ര ഓടിയെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് സ്പീഡോമീറ്റർ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളൂ. സ്പീഡ് മാത്രം നമുക്കൊരു മാനദണ്ഡമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഒരു യൂണിറ്റ് ആ ഉള്ളിൽ വരുന്ന ഡയൽ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു 300 രൂപ 350 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. അത് മാറ്റിയിട്ട് വേണം നമ്മൾ സ്പീഡോമീറ്റർ കേബിളും ക്രൗണും മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്പീഡ് കാണിക്കും, അതായത് മീറ്റർ ഓൾറെഡി ചെറിയൊരു ടൈറ്റ് ഉണ്ട്, സ്പീഡ് കാണിക്കുമെന്നുള്ളൂ, കിലോമീറ്റർ കൗണ്ട് ചെയ്യണമെന്നില്ല, അത് കറക്റ്റ് അല്ല കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്, അതായത് ഹെഡ്ലൈറ്റ് സ്വിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ലൂസ് കോൺടാക്റ്റ് കാണിക്കുക. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കോൺടാക്റ്റും അതിൻ്റെ സെറ്റിങ്സും പ്ലാസ്റ്റിക് ടൈപ്പാണ്. നമ്മൾ അഴിച്ചാൽ ക്ലീൻ ചെയ്യാൻ നോക്കി ചിലപ്പോൾ പൊട്ടിപ്പോവും, അങ്ങനത്തെ ഐറ്റമാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ യൂണിറ്റ് സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് വരാം. ഏകദേശം ഒരു 400 രൂപ മുകളിൽ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്, 400 രൂപ 450 രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് നമുക്ക് ആ ഹെഡ്ലൈറ്റിൻ്റെ കേസ്, ആ ലൂസ് കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, മീറ്ററിൻ്റെ കേസ്, മീറ്റർ മെക്കാനിസവും കേബിളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ റിപ്ലൈ തന്നിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ബാക്കിത്തെ ഇത് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ട്, എയർ ഫിൽറ്ററും പ്ലഗും ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കൂടുതൽ നമുക്ക് ആ ചെയിനും ബ്രേക്കും കൂടി നമുക്ക് നോക്കിയേക്കാം. നമുക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടോ ജനറൽ സർവീസായിട്ടോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ ജനറൽ സർവീസായിട്ടൊക്കെ പറഞ്ഞാലാണ് കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് മാത്രമാണ് ചെയ്യുന്നത്, കൂട്ടത്തിൽ ചെയിനും ബ്രേക്കും കൂടി നോക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും നമുക്കൊരു 3:30-4 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. കഴിഞ്ഞാൽ വിളിച്ചോളാം എന്തായാലും. ഓക്കെ.